നമ്മുടെ ശരീരത്തിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് അലർജീസ്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നതും നടിമാർക്കും നടന്മാർക്കുമാണെന്നും കേട്ടിട്ടുണ്ട്. അവർ പലതരത്തിൽ പല സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ പോകുന്നത് കൊണ്ടും മേക്കപ്പ് ധരിക്കുന്നത് കൊണ്ടുമൊക്കെ എത്താറുണ്ട് എന്ന് പറയുന്നു. എന്നാൽ പണ്ട് കാലങ്ങൾ തൊട്ട് മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ലക്ഷ്മി പങ്കുവയ്ക്കുന്ന വാക്കുകളിൽ വെറുതെ ഷൂട്ടിങ്ങിന് പോയില്ലെങ്കിലും അസുഖം വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ലക്ഷ്മി പ്രമോദ് പങ്കുവയ്ക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും വളരെയധികം എല്ലാവരെയും ഭയപ്പെടുത്തുന്നുണ്ട്. ഏതൊരു മനുഷ്യനും ഇത്തരത്തിൽ അലർജി ഉണ്ടാകാം. ദേഹം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടിയുള്ളൊരു അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്താൽ ഇത് മാറും എന്ന് പോലും താരത്തിന് അറിയില്ലായിരുന്നു. വളരെയധികം കഷ്ടപ്പെട്ടു. എന്താണ് തൻ്റെ ശരീരത്തിന് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സമയം അതായിരുന്നു ലക്ഷ്മിക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിരുന്നത്. കടുത്ത രീതിയിൽ തന്നെ ക്ഷീണം. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. പക്ഷെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുമാത്രം ലക്ഷ്മിക്ക് മനസ്സിലായി. പിന്നീടാണ് ലക്ഷ്മി അലർജിയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതും അലർജി ടെസ്റ്റ് ചെയ്തതും. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് അത്തരത്തിൽ ഞെട്ടിക്കുന്ന റിസൾട്ടുകളായിരുന്നു. വളരെയധികം സഫോക്കേഷൻ ഉണ്ടായിരുന്നു. മറ്റെല്ലാം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. കുറച്ച് ഇഞ്ചക്ഷനുകളും മരുന്നുകളും എടുത്ത് അത് മാറ്റാൻ നോക്കി. എന്നാൽ നടന്നില്ല. അത് വീണ്ടും തിരികെ വന്നു. അങ്ങനെ 4-5 ദിവസമായി മുൻപോട്ട് പോയി. കുറച്ച് ബ്ലഡ് ടെസ്റ്റ് എടുക്കുകയും കുറച്ച് ഡോക്ടർമാരെയും കാണുകയും ചെയ്തപ്പോഴേക്കും ഒരു ഇൻഫെക്ഷൻ ബോഡിക്കുള്ളിലുണ്ടെന്ന് പറഞ്ഞു. അതാണ് ട്രിഗർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതാണ് പെട്ടെന്ന് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അലർജി കാരണം ബ്രീത്തിങ്ങിന് പ്രശ്നം വരുമോ എന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമായതുകൊണ്ട് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വല്ലാത്ത ഞെട്ടലായിരുന്നു. എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു അലർജി ഉള്ളത് കൊണ്ടാണ് എൻ്റെ ദേഹമെല്ലാം തടിച്ച് വീർക്കുന്നത്. എന്താണ് പ്രശ്നമെന്നറിയാതെ ഞാനത് കൊണ്ടു നടന്നു. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥ. നമുക്ക് നമ്മുടെ പ്രശ്നമറിയാതെ നമ്മൾ അതിനെക്കുറിച്ച് കൊണ്ടു നടക്കുമ്പോൾ അത് വളരെയധികം പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ല. പക്ഷേ എൻ്റെ ബോഡി വളരെയധികം വീക്കാണ്. ഞാൻ ട്രീറ്റ്മെൻറ്റിൽ മുന്നോട്ട് പോവുകയാണ്. വേഗം തന്നെ തിരികെ വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതിലൂടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറയുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഇത്തരമൊരു വൃത്തികെട്ട അവസ്ഥയിലൂടെയാണ് താൻ കടന്നുപോയത് എന്ന് ലക്ഷ്മി ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലക്ഷ്മി പങ്കുവയ്ക്കുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുന്നു. എല്ലാവരും ഇത് കാണണം. നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയൊരു കാര്യം പോലും നിങ്ങൾ വകവയ്ക്കാതിരിക്കരുത്. എങ്കിൽ നിങ്ങളുടെ പിന്നിൽ നടക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ ആദ്യമേ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെ തോന്നുന്നൊരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് ലക്ഷ്മി എല്ലാവരോടും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ലക്ഷ്മിക്ക് ഇത്തരത്തിൽ ഇനി മുൻപും പ്രശ്നമുണ്ടായിരുന്നോ എന്ന് പോലും പ്രേക്ഷകർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എത്തുന്നത്. ലക്ഷ്മിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ എന്നും ഇനിയും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.